1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സഹാബത്തിന്റെയും ശ്രദ്ധ മുത്തുനബിയുടെ ആ അടർന്നു വീഴുന്ന ശബ്ദത്തിലാണ്. മുത്തുനബി അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് വിവാഹത്തിനെ കുറിച്ചാണ്. മുത്തുനബി ഇങ്ങനെ വിവാഹത്തിനെ കുറിച്ചുള്ള നേട്ടങ്ങളും വിവാഹം കഴിച്ചാൽ ഈമാനിന്റെ പകുതി വീടി എന്നുള്ള കാര്യങ്ങളുമെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവിസ്തരം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയ തടിച്ചുകൂടിയ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് കരയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കരയുന്നത് സഴതാണല്ലോ, ഏവരും കരയുന്നോരേ മുഖം പാർത്തല്ലോ. കരളാം നബി സഅദിനോട് ചോദിച്ചിടൈക്കാരയാൻ സബബെന്തെന്ന്. കരയുന്നത് സഅദാണല്ലോ, ഏവരും കരയുന്നോരേ മുഖം പാർത്തല്ലോ. കരളാം നബി സഅദിനോടും ചോദിച്ചിടൈക്കാരയാൻ സബബെന്തെന്ന്. ഇരുനായനും നിറച്ച് കൊണ്ട് സഅദും റസൂലോടും പറഞ്ഞിടുന്നോ, വിവാഹത്തിൻ്റെ മഹത്വങ്ങളെ നിങ്ങളും വിവരിച്ചിടൈ പറഞ്ഞോവല്ലോ. വിരൂപിയായ എനിക്ക് പെണ്ണ് നൽകാൻ വിവരമുള്ളോർ തുനിയില്ലല്ലോ. കരയുന്നത് സഅദാണല്ലോ, ഏവരും കരയുന്നോരേ മുഖം പാർത്തല്ലോ. കരളാൻ നബി സഅദിനോട് ചോദിച്ചിടൈക്കാരയാൻ സബബെന്തെന്ന്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ തിരുദൂതർ അടുത്തേക്ക് വിളിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സദസ്സിന്റെ ബാക്കിൽ നിന്നതാ സഅദ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ വിളിച്ചു, സഅദേ ഇങ്ങോട്ട് വാ. എന്നിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിച്ചു, സഅദേ അങ്ങ് എന്തിനാണ് കരഞ്ഞത്? അങ്ങെന്തിനാണ് ഇത്രമാത്രം സങ്കടപ്പെടാൻ കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ പിങ്ങിപ്പൊട്ടിക്കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ എന്റെ പ്രകൃതം വിരൂപമാണല്ലോ നബിയേ, അതുകൊണ്ട് തന്നെ ഒരു പിതാവും എനിക്ക് പെണ്ണ് നൽകുന്നില്ല നബിയേ. ഞാൻ കുറെ പെണ്ണ് കാണാൻ പോയി നബിയേ, പക്ഷേ എല്ലാവരും എന്നെ ആട്ടിയോടിച്ചു നബിയേ എന്ന് അല്ലാഹുവിന്റെ തിരുദൂതരോടതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞപ്പോ അതാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുതുകിൽ തട്ടിക്കൊണ്ട് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബിണ്ട് നബി പൊന്നു സഅദേ കേൾക്കുക നീയും വേദന മാറ്റി. ഉണ്ട് വഹബിനൊരു പുത്രി സുന്ദരിയായവളാ. ബിണ്ട് നബി
പൊന്നു സഅദേ കേൾക്കുക നീയും വേദന മാറ്റി ഉണ്ട് വഹബിനൊരു പുത്രി സുന്ദരിയായവളാ കൊട്ടാരം പോലൊരു വീടും കാണാൻ ചുറ്റും ഒട്ടകക്കൂട്ടം പട്ടണത്തിൻ്റാടുത്താണ് പോവുക നീ അവിടെ ബിണ്ട് നബി പൊന്നു സഅദേ കേൾക്കുക നീയും വേദന മാറ്റി ഉണ്ട് വഹബിനൊരു പുത്രി സുന്ദരിയായവളായി അംറുബിനോ വഹബവരോട് ഓതുക മകളെ നൽകണമെന്ന് അംറുബിനോ വഹബവരോട് ഓതുക മകളെ നൽകണമെന്ന് ഇത് പറയാനായി ഞാൻ നിന്നെ വിട്ടതുമാണെന്ന് മുത്ത് റസൂലോദിയ കാര്യം കേട്ടു സദസ്യരും ആജബായി സത്യമിത് എങ്ങനെയാവും ചിന്തയിലവരന്ന് ബിണ്ട് നബി പൊന്നു സഅദേ കേൾക്കുക നീയും വേദന മാറ്റി ഉണ്ട് വഹബിനൊരു പുത്രി സുന്ദരിയായവളാ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടതാ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് സഅദേ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തലോടിക്കൊണ്ട് പറയുകയാണ് സഅദേ അംർ ഇബ്നു വഹബിന് ഒരു മോളുണ്ട്. ഇത് കേട്ടപ്പോൾ സദസ്സിലിരിക്കുന്ന എല്ലാവരും ആകെ ആശ്ചര്യമായി, അന്തം വിട്ടുപോയി. മുത്തുനബി ആരെയാണോ പറയുന്നത്, അത് അംർ ഇബ്നു വഹബിനെയാണോ? കോടീശ്വരനായ അംർ ഇബ്നു വഹബിനെയോ? മുത്തുനബിയുടെ വാക്കുകൾ ഇങ്ങനെ സഹാബത്തെല്ലാം കേട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയി. പല കോടീശ്വരന്മാരും അതാ അംർ ഇബ്നു വഹബിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അംർ ഇബ്നു വഹബ് ഒന്നും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണോ അള്ളാന്റെ തിരുദൂതർ സഅദിനെ അയക്കുന്നതെന്ന് ഓർത്തുകൊണ്ടതാ സ്വഹാബത്താകെ ആശ്ചര്യമായി. അതാ സഅദ് റളിയല്ലാഹു അൻഹു അതാ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്നും തന്റെ കുതിരപ്പുറത്ത് കയറുകയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു വഹബിന്റെ വീട്ടിലേക്ക് അതാ പോവുകയാണ്. ഈ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അഴകേറുന്നോളെ എനിക്ക് മംഗല്യം ചെയ്യുമോ, അവളുടെ താതൻ ഇതിന് സമ്മതം നൽകുമോ, അഥവാ അയാളും ഇതിന് സമ്മതമാണെങ്കിൽ അവളുമേതീരെ പറഞ്ഞും കൊണ്ട് നടന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്നെന്തിനാണ് സുബ്ഹാനേ. ചിന്തിച്ച് ചിന്തിച്ച് പൊന്നു സഅദും നടന്നാനേ, അന്തസ്സുള്ള കൊട്ടാരത്തിൻ്റെ മുന്നിൽ ചെന്നാനേ. അഴകേറുന്നോളെ നീക്ക് മംഗല്യം ചെയ്യുമോ, അവളുടെ താതൻ ഇതിന് സമ്മതം നൽകുമോ. സഅദ് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്,
ഞാൻ ഇതും പറഞ്ഞ് അവിടെ പോയാൽ അംർ ഇബ്നു വഹബ് എന്നെ ആട്ടിവിടുമോ? എന്തായിരിക്കും അയാളുടെ പ്രതികരണം? നാട്ടിലെ കോടീശ്വരനായ മനുഷ്യൻ, ആകെയുള്ളതൊരു മകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് അംർ ഇബ്നു വഹബ് സമ്മതിച്ചേക്കാം. പക്ഷേ അയാളുടെ മകൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചിന്തിച്ച് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. മുന്നിൽ തന്നെ ഒരു പാറാവുകാരൻ, നല്ല ഗൗരവത്തിൽ, ആളുകൾക്ക് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു പാറാവുകാരൻ അതാ കൊട്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന് ചെറിയ ഭയം തോന്നി. സഅദ് റളിയല്ലാഹു അൻഹു മെല്ലെ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ പാറാവുകാരന്റെ അടുത്തെത്തി. പാറാവുകാരൻ ചോദിച്ചു, ആരാണ്? നിനക്ക് എന്ത് വേണം? ചോദ്യം കേട്ടപ്പോൾ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പേര് സഅദ്, ഞാൻ മദീനയിൽ നിന്നും വരുന്നു. എന്നെ അയച്ചത് ലോകത്തിന്റെ മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ മുത്ത് നബി എന്ന് കേട്ടപ്പോൾ പാറാവുകാരൻ ഉടൻ തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പാറാവുകാരൻ നേരെ അതാ അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. കാവൽക്കാരൻ വഹബിനെ കണ്ടു, കാര്യങ്ങൾ അത് കുല്ലുമെബിന്ത് കടത്തി വിടാനും ഓർഡർ കിട്ടി. മൂപ്പര് ചെന്നോ സഅദി കാതുകളിൽ അവനോദിയുമൈത്ത് ചൊല്ലുകയെന്ന് കാവൽക്കാരൻ വഹബിനെ കണ്ടു, കാര്യങ്ങൾ അത് കൊല്ലുമെ ബിന്ദു കടത്തി വിടാനും ഓർഡർ കിട്ടി. മൂപ്പര് ചെന്നോ സഅദി കാതുകളിൽ അവനോദിയുമൈത്ത് ചൊല്ലുകയെന്ന്. അതെ, സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അതാ പാറാവുകാരൻ അകത്തേക്ക് പ്രവേശിക്കാൻ പറയുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു മെല്ലെ അതാ അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. അതാ വുളു ചെയ്തിട്ടാണ് അംർ ഇബ്നു വഹബ് വന്നതെന്നും ഒരു സംശയമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അംർ ഇബ്നു വഹബ് ഇരിക്കാൻ പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു മെല്ലെ ആ കൊട്ടാരത്തിൽ കയറി ഇരുന്നു. അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് പറയാനാണ് മുത്തുനബി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മുത്തുനബി എന്നെ ഇങ്ങോട്ട് അയച്ചത് ഒരു കല്യാണക്കാര്യം പറയാനാണ്. നിങ്ങളുടെ മകൾക്ക് കല്യാണപ്രായമായില്ലേ എന്നെല്ലാം ചോദിച്ചപ്പോ അംർ ഇബ്നു വഹബ് ചോദിച്ചു, ഏതാണ് ചെറുക്കൻ? ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുകയാണ്, അത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ, ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ, ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ. കേട്ടു നിങ്ങൾ കോപമായാൽ വാട്ടമായി ഞാൻ തീരുമെന്നാൽ, കേട്ടു നിങ്ങൾ കോപമായാൽ വാട്ടമായി ഞാൻ തീരുമെന്നാൽ, വാമരെ മൊഴിഞ്ഞിടാ ഞാൻ ഭാഷമായി പറഞ്ഞിടാ ഞാൻ. നിങ്ങൾ ഈ പൊന്നു മോളെ എന്നിൽ നിക്കാഹിനായി മൊഴിഞ്ഞോ, ഇത് പറയാനായി ഞാനും അണഞ്ഞോ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ, ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ. ആട്ടിടില്ലെന്നോർത്തിടുന്നോ തേട്ടമായി ഞാനിരുന്നോ, ആട്ടിടില്ലെന്നോർത്തിരുന്നോ തേട്ടമായി ഞാനിരുന്നോ. നോട്ടവും നിറഞ്ഞോ വന്നോ, കോട്ടവും മാക്കില്ല എന്നും എന്നിൽ നിങ്ങളുമേ ചേർക്കുന്നേ. കാര്യവും പാറ നിന്നെ
നബിയുടെ മുന്നിൽ ഞാൻ അണയട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണേ ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണേ. സഅദ് റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, മുത്തുനബി എന്നെ അയച്ചത് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാനാണ്. അംർ ഇബ്നു വഹബിന്റെ മുഖമാകെ ചുവന്നു തൊടുത്തു. അംർ ഇബ്നു വഹബിന് ദേഷ്യം വന്നു. എടാ സഅദേ, ഇറങ്ങി നീ എവിടുന്ന്, കടക്കടാ വീടിന്റെ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടതാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആട്ടിവിടുകയാണ്. ആ സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് തല കറങ്ങുന്നത് പോലെ, സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ വീഴുമോ? സഅദ് റളിയല്ലാഹു അൻഹു ആകെ സങ്കടത്തിൽ അതാ അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിൽ നിന്നും മെല്ലെ മെല്ലെ പുറത്തിറങ്ങി തന്റെ കുതിരപ്പുറത്ത് കയറുകയാണ്. ഇനി നമുക്ക് അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. അവിടെ അതാ ഒരു തഴുണിമണി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണെന്നല്ലേ? അംർ ഇബ്നു വഹബിന്റെ മോളാണല്ലോ, അഴകിൽ മികച്ച കനിയാണല്ലോ, സൗന്ദര്യ തോപ്പിൽ വിരിഞ്ഞോ നിൽക്കും നല്ല സുമമാണി പൊന്നോ ബീവി. കാർകൂന്തലോ വണ്ടിൻ ചിറകൊത്തതോ കമനീയമായി ഇടതൂർന്നതാ, മുല്ലസുമങ്ങൾ വിരിഞ്ഞ പോലെ അതരം തുറന്നാൽ പല്ലുകൾ ചേലേ. അംർ ഇബ്നു വഹബിന്റെ മോളാണല്ലോ, അഴകിൽ മികച്ച കനിയാണല്ലോ, സൗന്ദര്യത്തോപ്പിൽ വിരിഞ്ഞു നിൽക്കും നല്ല സുമമാണി പൊന്നു ബീവി. നെറ്റിക്കാമാനത്തിൻ ചേലുമാണേ, സമറിൽ ഇറങ്ങളോ ബദനിലുണ്ടേ, 17 വാവിൽ വിരുന്നെത്തിയേ, പലരും നീ പോവേ കൊതിച്ചെത്തിയേ. അംർ ഇബ്നു വഹബിന്റെ മോളാണല്ലോ, അഴകിൽ മികച്ച കനിയാണല്ലോ, സൗന്ദര്യ തോപ്പിൽ വിരിഞ്ഞു നിൽക്കും നല്ല സുമമാണി പൊന്നു ബീവി. അത് മറ്റാരുമല്ല, അംർ ഇബ്നു വഹബിന്റെ മകളാണ്. അംർ ഇബ്നു വഹബിന്റെ മകളതാ പിതാവിനോട് വന്ന് പറയുകയാണ്, പിതാവേ, സഅദിനെ ഇങ്ങോട്ട് അയച്ചത് അള്ളാന്റെ തിരുദൂതരാണെങ്കിൽ സഅദുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. നിങ്ങൾ സഅദിനെ ആട്ടി ഓടിച്ചത് അള്ളാന്റെ റസൂലിന് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്ന് മഹാനായ അംർ ഇബ്നു വഹബിന്റെ മകള് പറഞ്ഞപ്പോ അംർ ഇബ്നു വഹബിന് വല്ലാത്ത സങ്കടമായി. ആരാണ് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സഅദിനെ ഇങ്ങോട്ട് അയച്ചതെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അതാ അംർ ഇബ്നു വഹബിന്റെ മകള് പറയുകയാ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും ഗുണമായിട്ടല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ മുത്തുനബിയാണ് സഅദിനെ അയച്ചത്. അതെനിക്ക് താല്പര്യമാണെന്ന് ആ പൊന്നുമോളതാ പറയുകയാണ്. അംർ ഇബ്നു വഹബിന് ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതാണെന്നുള്ള കാര്യഗൗരവം അംർ ഇബ്നു വഹബ് ഓർത്തില്ല. അംർ ഇബ്നു വഹബ് ഓടുകയാണ് മദീനയിലേക്ക്, അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് അംർ ഇബ്നു വഹബ് ഓടുകയാ. കരളിലേറ്റം കടന്നൽ കുത്തി അതുപോലുള്ള വിരഹം, കരളമോളെ വിരഹം കേട്ട് വഹബിലേറ്റി ദുരിതം. ഉടനെ തന്നെ പുറപ്പെടുന്നു മദീനയാണ് മനസ്സിൽ, എടങ്ങറുണ്ട് റസൂലിനോട് പറഞ്ഞിടുന്ന തരിപ്പിൽ.
ചിന്തയിലാണ്ട് കഴിയുന്നു രാജൻ ചന്ദിരമോളുടെ കാര്യവുമോർത്ത് അന്തിക്ക് പോലും ഉറക്കവുമില്ല നേരെ നടന്ന് തിരുനബിയിലടുത്ത് കടുത്ത സൂര്യൻ പെടുത്തും ചൂടിൽ നളർത്ത് കണ്ട് വഹബ് അടുത്തിടുമ്പോൾ നബി പറയും വാക്ക് എന്ത് അജബ് വിവിധ ചിന്ത അതും ചുമന്ന് നടന്നിടുന്നു തുറബ് നടന്നു ചെന്ന് കയറിടുന്നു അവിടെ കാട്ടി അതബ് കരളിലേറ്റം കടന്നൽ കുത്തി അതുപോലുള്ള വിരഹം കരളമോളെ വിരഹം കേട്ട് വഹബിലേറ്റി ദുരിതം തന്റെ മകളുടെ വാക്ക് കേട്ടപ്പോ അതാ അംറുബിന് വഹബിന് വല്ലാത്ത സങ്കടമായി. അംറുബിന് വഹബ് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഓടുകയാണ്. ഇനി നമുക്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു എവിടെ എത്തി, എന്താണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്ന് നോക്കാം. അതാ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയിലേക്ക് കയറുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അതാ സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഏത് വിരഹവും ഏത് ദുഃഖവും അല്ലാഹുവിന്റെ റസൂല് മതി. ആ സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലിനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ദാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കയറുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സഅദേ എന്താണ് പോയ കാര്യം, എന്തായി സഅദേ? ഒരു ഉപ്പ മകനോട് ചോദിക്കുന്നത് പോലെ അതാ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, സഅദേ ഈ പോയ കാര്യം എന്തായി സഅദേ? ആ സമയത്ത് അതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയുകയാണ്, നബിയേ അംറനെ ആട്ടിയില്ല എന്നേ ഉള്ളൂ നബിയേ, അംറനെ തല്ലിയില്ല എന്നേ ഉള്ളൂ നബിയേ, അംറനെ ആട്ടിവിട്ടു നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോടതാ പൊട്ടിക്കരഞ്ഞുകൊണ്ടതാ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് സഅദ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഅദേ സാരമില്ല സഅദേ, സഅദ് കരയണ്ട സഅദേ. ആ സമയത്തതാ മദീന പള്ളിയിലേക്ക് ഒരാൾ ഓടി വരുന്നു. ആരാണെന്നല്ലേ? അതാ അംറുബ്നു വഹബാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ അംറുബ്നു വഹബിനെ അതാ സ്വീകരിക്കുന്നു. അംറുബ്നു വഹബ് അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയേ നബിയേ മഹമൂദ് നബിയേ മണിക്കൂറുകൾക്ക് മുന്നേ സഅദെന്ന പുണ്യമേനി എൻ്റെ കൊട്ടാരത്തിൽ വന്ന് കയറി. എന്റെ മുത്തുമോളെ നിക്കാഹിന് താങ്കളയച്ചതാണെന്ന് ഈരിക്കും സഅദിനിൽ കൂറി, ഈരിക്കും സഅദിനിൽ കൂറി. നബിയേ മഹമൂദ് നബിയേ മണിക്കൂറുകൾക്ക് മുന്നേ സഅദെന്ന പുണ്യമേനി എൻ്റെ കൊട്ടാരത്തിൽ വന്ന് കയറി. എന്റെ മുത്തുമോളെ നിക്കാഹിന് താങ്കളയച്ചതാണെന്ന് ഈരിക്കും സഅദിനിൽ കൂറി, ഈരിക്കും സഅദിനിൽ കൂറി. വാക്കു കേട്ടു ഞാനും വഹബിൽ സഅദിനെയും അയച്ചു. തീർത്തു താങ്കൾ വിട്ടതെന്ന കാര്യം ഞാനും മറച്ചു. ഈ സമയം ദുഃഖിതനാണ്, എനിക്ക് സഅദിനെ ഇഷ്ടവുമാണ്, സഅദിനെ ഇഷ്ടവുമാണ്. നബിയേ മഹമൂദ് നബിയേ മണിക്കൂറുകൾക്ക് മുന്നേ സഅദെന്ന പുണ്യമേനി എൻ്റെ കൊട്ടാരത്തിൽ വന്ന് കയറി. എന്റെ മുത്തുമോളെ നിക്കാഹിന് താങ്കളയച്ചതാണെന്ന് ഈരിക്കും സഅദിനിൽ കൂറി, ഈരിക്കും സഅദിനിൽ കൂറി. അംറുബ്നു വഹബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. നബിയേ എനിക്കൊരു തെറ്റ് പറ്റി നബിയേ. സഅദിന്റെ മകൾ ആലോചിച്ചു വന്നപ്പോ സഅദ് നുണ പറഞ്ഞു വന്നതാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു നബിയേ.
നിങ്ങൾ അയച്ചതാണെന്ന കാര്യം ഞാൻ വിട്ടുപോയി നബിയേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടതാ അംർ ഇബ്നു വഹബ് റസൂലുള്ളാഹിനോട് പൊട്ടിക്കരയുകയാണ്. ആ സമയത്തതാ മുത്തുനബി അതാ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുകയാ, വിവാഹത്തിന്റെ സമയം കുറിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണല്ലാ, എല്ലാ സ്തുതികൾക്കും എല്ലാ സ്തുതിഗീതങ്ങൾക്കും അർഹൻ നീയാണ് റഹ്മാനേ. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ, സുഖവും സഹനവും തരണമല്ലാ. സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം, സുഹൃതം കനിഞ്ഞ് നീ തരണമേറ്റം. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ, സുഖവും സഹനവും തരണമല്ലാ. എല്ലാം അറിയുന്ന റഹ്മാനെ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ. എല്ലാം അറിയുന്ന റഹ്മാനെ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ. എന്നും ഹയാത്തുള്ള സുബ്ഹാൻ നീയേ, എല്ലാ സ്തുതികൾക്കും അർഹൻ നീയേ. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ, സുഖവും സഹനവും തരണമല്ലാ. സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം, സുഹൃതം കനിഞ്ഞ് നീ തരണമേറ്റം. പാപി പറയുന്ന പയക്കം കേൾക്ക്, പാപം പൊറുത്തു നീ സലാമത്താക്ക്. പാപി പറയുന്ന പയക്കം കേൾക്ക്, പാപം പൊറുത്തു നീ സലാമത്താക്ക്. സ്നേഹം കരളുള്ളിൽ നിറച്ചിടണേ, മോഹം ദുനിയാവിൽ കഴുകിടണേ. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ, സുഖവും സഹനവും തരണമല്ലാ. സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം, സുഹൃതം കനിഞ്ഞ് നീ തരണമേറ്റം. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ, സുഖവും സഹനവും തരണമല്ലാ. എല്ലാ സ്തുതികളും അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ നിന്നൊരു ഡേറ്റ് കുറിക്കുകയാ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെയും അംർ ഇബ്നു വഹബിന്റെ മകളെയും വിവാഹത്തിന് ഒരു ഡേറ്റ് കുറിക്കുകയാണ്. അഷ്റഫുൽ വറാ, ലോക മുസൽമാന്റെ ചങ്കിലെ ചോരയായ കരളിന്റെ കഷ്ണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വലോകത്തിനും പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെയും അംർ ഇബ്നു വഹബിന്റെ മകളുടെയും വിവാഹം കുറിച്ചു. അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു അതാ തിരിച്ചുപോയി. പിന്നെയും സഅദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, സഅദേ, എന്തിനാണ് നീ ഇനിയും കരയുന്നത്? എന്ത് കാര്യത്തിനാണ് സഅദേ ഇനിയും കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ഞാൻ ഫക്കീറാണ് നബിയേ, എന്റെ കയ്യിൽ പെണ്ണിന് മഹർ കൊടുക്കാൻ ഒന്നുമില്ലെന്ന് സഅദ് റളിയല്ലാഹു അൻഹു
അതാ മുത്തുനബിയോട് പറഞ്ഞപ്പോ അതാ മുത്തുനബി പറയുകയാണ്, സഅദേ, സഅദ് വിഷമിക്കണ്ട സഅദേ, എന്റെ മരുമകനായ ഉസ്മാന്റെ അടുത്ത് നീ പോകണം, എന്നിട്ട് ചോദിക്കണം, ഒരു 200 ദിർഹം കടമായി വാങ്ങണം, എന്നിട്ട് പെണ്ണിന് മഹറും വസ്ത്രങ്ങളും വാങ്ങണമെന്ന് ഹബീബുൽ വറാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അതാ സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തി. അതാ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, എന്റെ കല്യാണം നിശ്ചയിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്നാണ് കല്യാണം, ഏതാണ് പെണ്ണ് എന്നെല്ലാം ചോദിച്ചപ്പോ എല്ലാം വിശദമായി സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാന്യരാം ഉസ്മാനെ കണ്ട് മാന്യരവരോട് ബിണ്ട് മിന്നു കെട്ടാനായി നിങ്ങൾ കാശു തന്നിടണേ, കാശു തന്നിടണേ. ദീർഘമായിരുന്നോറു തന്നെ ദുഴയുമായി സഹദോരു നിന്നെ ദൂതരുടെ കൽപ്പനയെ സഅദ് ചൊന്നന്നേ, സഅദ് ചൊന്നന്നേ. മറുപടിയും കേൾക്കുവാനേ മനസ്സകത്തിലാശ തോനേ, കേട്ട നേരം കൽബിലാകെ വാട്ടമായെന്നേ, വാട്ടമായെന്നേ. മാന്യരാം ഉസ്മാനെ കണ്ട് മാന്യരാവരോട് ബിണ്ട് മിന്നു കെട്ടാനായി നിങ്ങൾ കാശ് തന്നിടണേ, കാശ് തന്നിടണേ. സഅദ് റളിയല്ലാഹു അൻഹു അതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കടമായി 200 ദിർഹം ചോദിച്ചു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദേ, ഞാൻ തരില്ല. 200 ദിർഹം പോയിട്ട് 1 ദിർഹം പോലും കടമായി ഞാൻ തരില്ല സഅദേ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്, ഉസ്മാനെ, നീയല്ലാതെ എനിക്കൊരു ആശ്രയമില്ല ഉസ്മാനെ. ആ സമയത്തതാ മുത്തുനബിയുടെ മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ പറയുകയാണ്, സഅദേ, വെറുതെ തരും ഞാൻ നിനക്ക്, കടമായി നിനക്ക് 1 രൂപ പോലും തരില്ല, വെറുതെ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരുമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ദാ വീട്ടിൽ വരികയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കിട്ടിയ 200 ദിർഹം കയ്യിൽ വെക്കുന്നേ, സഅദും വീട്ടിൽ ചെല്ലുന്നേ, പൊട്ടിപ്പൊളിഞ്ഞ തറയിൽ പായ വെക്കുന്നേ, നിസ്കാരം തുടരുന്നേ. സുന്ദരിയോരുത്തിയെ എനിക്ക് നൽകുന്ന റബ്ബിൽ നന്ദി ചെയ്യുന്നേ. കിട്ടിയ 200 ദിർഹം കയ്യിൽ വെക്കുന്നേ, സഅദും വീട്ടിൽ ചെല്ലുന്നേ, പൊട്ടിപ്പൊളിഞ്ഞ തറയിൽ പായ വെക്കുന്നേ, നിസ്കാരം തുടരുന്നേ. സുന്ദരിയോരുത്തിയെ എനിക്ക് നൽകുന്ന റബ്ബിൽ നന്ദി ചെയ്യുന്നേ. അതാ സഅദ് റളിയല്ലാഹു അൻഹു കിട്ടിയ 200 ദിർഹം വെച്ചുകൊണ്ട് തന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ആ പൊട്ടിപ്പൊളിഞ്ഞ തറയിൽ അതാ സുന്നത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തോട് നിസ്കാരം, എന്നിട്ട് എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. തനിക്ക് നല്ലൊരു സുന്ദരിയായ ഒരു ഭാര്യയെ നൽകാൻ പോകുന്ന സർവശക്തനായ റബ്ബിനോട് അൽഹംദുലില്ലാഹ് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ലെന്ന തീരുമാനത്തോടെ സഅദ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അതാ വിവാഹത്തിന്റെ ദിവസം അടുക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കല്യാണ വീടെന്ന് തോന്നുന്നില്ല, എല്ലാരും കാര്യം അറിഞ്ഞിട്ടില്ല. നെയ്ച്ചോറും ബിരിയാണിയും അവിടെയില്ല,
നെയ്യിൽ പോരിച്ച പലഹാരമില്ല. സന്തോഷം ആരിലും കാണുന്നില്ല, സന്താപം വിട്ട് മറയുന്നില്ല. എങ്കിലും സഅദിന്റെ മനസ്സിനുള്ളിൽ അല്പം ചിത്രങ്ങൾ ചേർക്കാം ഈശലിൽ. കല്യാണ വീടെന്ന് തോന്നുന്നില്ല, ആരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. നെയ്ച്ചോറും ബിരിയാണി അവിടെയില്ല, നെയ്യിൽ പോരിച്ച പലഹാരമില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊട്ടിപ്പൊളിഞ്ഞ വീട്, ആ വീട്ടിലൊരു കല്യാണത്തിന്റെ പ്രതീതിയൊന്നുമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും 200 ദിർഹം കൊടുത്തെങ്കിലും ആ വീടൊന്നും സഅദ് റളിയല്ലാഹു അൻഹു ശരിയാക്കിയിട്ടില്ല. അവിടെ നെയ്ച്ചോറില്ല, ബിരിയാണി ഇല്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അങ്ങനെ കല്യാണ തീയതി അടുത്തു. ഈ സമയത്ത് ആ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പെണ്ണിന് മഹർ വാങ്ങാനും അതുപോലെ തുണിത്തരങ്ങൾ വാങ്ങാനും വേണ്ടി അതാ പട്ടണത്തിലേക്ക് പോവുകയാണ്. അങ്ങ് വസ്ത്രങ്ങളുടെ കടയിൽ കയറി വസ്ത്രങ്ങളുടെ വിലയെല്ലാം ചോദിച്ചു നിൽക്കുമ്പോൾ അതാ അങ്ങാടിയിൽ ഒരു സംസാരം. എന്താണെന്നല്ലേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ആകെ തെരിച്ചുപോയി. ലോക മുസൽമാന്റെ നെഞ്ചിലെ ചോരയായ കരളിന്റെ കഷ്ണമായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് പോയി? എല്ലാവരും ആലോചിക്കും, അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫ് ഒന്ന് കാണാൻ കൊതിക്കാത്ത മനുഷ്യന്മാരുണ്ടോ? കൊതിക്കാത്ത ആളുകളുണ്ടോ? ഹജ്ജിന് പോയോർ പറയാറുണ്ട്, മദീനത്തെ മണ്ണിൻ പുകള് അത് കേൾക്കുമ്പോൾ നിറയാറുണ്ട്, ആഗ്രഹത്തിന്റെ കണ്ണീര്. അങ്ങനെ ലോക മുസൽമാന്മാർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നല്ലേ, മുത്തുനബി ഒന്ന് കാണണം, അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫിലെങ്കിലും ചെല്ലണം. എന്നിട്ടാണോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിന് മുത്തുനബിയെ വിട്ടു നിൽക്കാൻ കഴിയുക? അതോ സഅദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. എന്നിട്ട് ആളുകളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത്? മുത്തുനബി എങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അതാ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ്, സ്നേഹിതാ നീയും അറിഞ്ഞില്ലേ ഒരു യുദ്ധം പെട്ടെന്ന് നാട്ടില് നടക്കുന്നല്ലോ, ശത്രു നിരകളെ എതിർക്കുവാൻ നബിയും കൂട്ടരും അതിനെയും വിടുത്തിയല്ലോ. സ്നേഹിതാ നീയും അറിഞ്ഞില്ലേ ഒരു യുദ്ധം പെട്ടെന്ന് നാട്ടില് നടക്കുന്നല്ലോ, ശത്രു നിരകളെ എതിർക്കുവാൻ നബിയും കൂട്ടരും അതിനെയും വിടുത്തിയല്ലോ. ഘോരമായുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങൾ അല്പം പരാജയം അടുത്തുവല്ലോ, ഘോരമായുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങൾ അല്പം പരാജയം അടുത്തുവല്ലോ. ഘോഷത്താൽ എതിർ പാർട്ടികൾ രണഗണം ഏറെ നിണവും ഒഴുക്കിയല്ലോ. സ്നേഹിതാ നീയും അറിഞ്ഞില്ലേ ഒരു യുദ്ധം പെട്ടെന്ന് നാട്ടില് നടക്കുന്നല്ലോ, ശത്രു നിരകളെ എതിർക്കുവാൻ നബിയും കൂട്ടരും അതിനെയും വിടുത്തിയല്ലോ. കേട്ട് സദത 200 ദിർഹമും തീരും വരെ ആയുധങ്ങൾ വാങ്ങി. കേട്ട് സദത 200 ദിർഹമും തീരും വരെ ആയുധങ്ങൾ വാങ്ങി. പെട്ടെന്നൊരു കുതിരയെ പുറം കേറി ചെന്ന് രണാങ്കണത്തിൽ ഇറങ്ങി. സ്നേഹിതാ നീയും അറിഞ്ഞില്ലേ ഒരു യുദ്ധം പെട്ടെന്ന് നാട്ടില് നടക്കുന്നല്ലോ, ശത്രു നിരകളെ എതിർക്കുവാൻ നബിയും കൂട്ടരും അതിനെയും വിടുത്തിയല്ലോ. അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും ഒരു യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുകയാണെന്ന് സഅദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന 200 ദിർഹം മുഴുവൻ അതാ ആയുധങ്ങൾ വാങ്ങുകയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് കുതിക്കുകയാണ്. ഈ സമയത്ത് മുസ്ലിം സൈന്യത്തിന് അല്പം പരാജയപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു.
പെട്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ അതാ ഒരു മുഖംമൂടിയിട്ട ആൾ പെട്ടെന്ന് യുദ്ധക്കളത്തിലേക്ക് ചാടുകയാണ്. തന്റെ മുന്നിൽ കണ്ട ശത്രുക്കളെയെല്ലാം അരിഞ്ഞു വീഴ്ത്തുകയാണ്. ആരാണ് ഈ പടയാളി? അള്ളാഹുവിന്റെ റസൂൽ ചിന്തിച്ചു, ഇത് ജിന്നാണോ മലക്കാണോ എന്താണെന്ന് അറിയുന്നില്ല, മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അറിയാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സഅദാണെന്ന് കണ്ടാൽ യുദ്ധത്തിന് പറഞ്ഞയക്കാതിരിക്കും. അതൊക്കെ പേടിച്ചുകൊണ്ടതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അതാ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ കണ്ട ശത്രുക്കളെയെല്ലാം അരിഞ്ഞു വീഴ്ത്തുകയാണ്. ആ സമയത്തതാ ബാക്കിൽ നിന്നൊരാളതാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ അതാ വെട്ടുകയാ. തൽക്ഷണം തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹുവിടെ വീഴുകയാ. യുദ്ധത്തിൽ അതാ മുസ്ലിം സൈന്യം വിജയിച്ചു. പക്ഷേ യുദ്ധമെല്ലാം കഴിഞ്ഞു. റസൂൽ അതാ തിരയുകയാണ്. ആ മുഖംമൂടിയിട്ട ആൾ എവിടെയാണെന്ന് അള്ളാഹുവിന്റെ റസൂല് തിരയുകയാണ്. ആ സമയത്തതാ ഒരു ഭാഗത്ത് ആ മുഖംമൂടിയിട്ട ആൾ ഇങ്ങനെ കിടക്കുകയാണ്, മരണപ്പെട്ട് കിടക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ആ മുഖംമൂടിയിട്ട ആളെ അതാ തന്റെ മടിയിലേക്ക് അങ്ങ് കടത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ മുഖംമൂടി അങ്ങ് തുറന്നു നോക്കുമ്പോ അതാ നാളെ മണിയറയിലിരിക്കേണ്ട സഅദ് അള്ളാഹുവിന്റെ റസൂൽ അതാ പൊട്ടി പൊട്ടി കരയുകയാ. കണ്ണുകൾ നീറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെയാർ വിളിച്ചതെന്ത് ചെയ്തി, കത്തിലെങ്കും മണിയറയിൽ നിന്നെ ഓരോ മാറി, കാത്തിരിപ്പുണ്ടവിടെ എത്താൻ നിന്നിലില്ലേ പൂതി. കണ്ണുകൾ നീറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെയാർ വിളിച്ചതെന്ത് ചെയ്തി. പൊന്നു സഅദേ എന്തിനീ നീ ഈ കളത്തിൽ വന്നോ, പൊന്നെ നിന്റെ റൂഹ് പോയ തടിയെ ഞാൻ കാണുന്നോ, പൂതി മാറിയോ മണിയറയിലെത്താൻ നിന്റെ പൊന്നു സഅദേ നിന്നെ കണ്ട് കണ്ണു നിറഞ്ഞെന്റെ. ഏറെ ജനം കൂടി മയ്യത്തും മദാവാഹിച്ചു, മാറിടാത്ത വേദനയാൽ കണ്ണുകൾ നീറച്ചു. പൊന്നു നാരിയാം സുമയ്യ നോക്കി നിന്നിടുന്നോ, അന്ന് നാരി ഓർത്ത് ഓർത്ത് ഏറെ കരയുന്നോ. കണ്ണുകൾ നീറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെയാർ വിളിച്ചതെന്ത് ചെയ്തി, കത്തിലെങ്കും മണിയറയിൽ നിന്നെ ഓരോ മാറി, കാത്തിരിപ്പുണ്ടവിടെ എത്താൻ നിന്നിലില്ലേ പൂതി. ബീവിയുടെ തേട്ടമെന്താ എൻ്റെ ഓരോ റബ്ബേ, ഭംഗിയുള്ള സ്വർഗമീല് ആക്കിടുമ്പോൾ നേരെ പാപമായ എന്നെയും നീ അവരെയും കാണിക്ക്, പാവനമായ സുവർഗം രണ്ടു പേർക്കും നൽക്. കണ്ണുകൾ നീറച്ച് കൊണ്ട് മുത്ത് റസൂൽ ചോദി, കൺമണിയെ നിന്നെയാർ വിളിച്ചതെന്ത് ചെയ്തി, കത്തിലെങ്കും മണിയറയിൽ നിന്നെ ഓരോ മാറി, കാത്തിരിപ്പുണ്ട്
പൂണ്ടവിടെ എത്താൻ നിന്നിലില്ലേ പൂതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ മടിയിലേക്ക് കടത്തിക്കൊണ്ട് പറയുകയാണ്, സഹാബത്തെ, സഅദാണ് സഹാബത്തെ, നാളെ മണിയറയിൽ ഇരിക്കേണ്ട സഅദ് ഇന്നിതാ പോരാടിക്കൊണ്ട് ഷഹീദായിരിക്കുന്നു സഹാബത്തെ. സഅദ് റളിയല്ലാഹു അൻഹുവിനെ അതാ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും കൂടി അതാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലയോ സഹാബത്തെ, സഅദിനെ അതാ ഹൂർലീങ്ങൾ മാടി മാടി വിളിക്കുന്നതായി ഞാൻ കണ്ടു സഹാബത്തെ. സഹദെന്ന ധീരൻ ഖബറിലേക്ക് തിരിച്ചല്ലോ, സൽഗുണ സമ്പന്നർ ദീനിനായി മരിച്ചല്ലോ. മണിയറയ്ക്ക് പകരം മണ്ണിൽ ചെന്ന് കിടന്നല്ലോ, മണവാട്ടിക്ക് പകരം സ്വർഗഹൂറികൾ വന്നല്ലോ. സഹദിപ്പോൾ സ്വർഗപ്പൂങ്കാവനത്തിൽ വിലസുന്നോ, സൽഗുണർക്കല്ലാഹു പദവിയേറെ കൊടുത്തല്ലോ. സഹദെന്ന ധീരൻ ഖബറിലേക്ക് തിരിച്ചല്ലോ, സൽഗുണ സമ്പന്നർ ദീനിനായി മരിച്ചല്ലോ. മണിയറയ്ക്ക് പകരം മണ്ണിൽ ചെന്ന് കിടന്നല്ലോ, മണവാട്ടിക്ക് പകരം സ്വർഗഹൂറികൾ വന്നല്ലോ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമ്മയും അല്ലാഹു ആ സ്വർഗീയ ആരാമത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ മണിയറയ്ക്ക് പകരം മഖ്ബറ എന്നുള്ള ഈ കഥാപ്രസംഗം ഞങ്ങളിവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.